ഇപ്പോൾ വരുന്ന വിവരം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മുഴുവൻ പ്രതിപക്ഷ എംപിമാരെയും ക്ഷണിച്ചിരിക്കുന്നു. 3 ടൂറിസ്റ്റ് ബസ്സുകൾ സജ്ജമാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നോബൽ മാരിക്കാരനാണ് ചേരുന്നത്. നോബൽ, മറ്റൊരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വിനിത, രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മുഴുവൻ പ്രതിപക്ഷ എംപിമാർക്കും ഇപ്പോൾ ക്ഷണം നൽകി അവരോട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വസതി എന്ന് പറയുന്നത്. ഈ വസതിക്കകത്ത് 3 ടൂറിസ്റ്റ് ബസ്സുകൾ ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. 3 ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എംപിമാരോട് മുഴുവൻ ഇങ്ങോട്ട് എത്താൻ പറയുകയും 3 ബസ്സുകൾ ഇങ്ങോട്ട് വിളിച്ചുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്താണ് ഇതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ 84ാം പിറന്നാളായിരുന്നു. ആ പിറന്നാൾ ആഘോഷിക്കാൻ എംപിമാരോട് എത്താനുള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. അതിന് പിന്നാലെയാണ് പാർലമെന്റിൽ ഈ പറഞ്ഞ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വലിയ മാർച്ച് നടത്തുകയും കോൺഗ്രസ് അവിടെ കുത്തിയിരുന്ന് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ എംപിമാരെ ബസ്സിൽ കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാനാണോ എന്ന സംശയമടക്കം ഈ ഘട്ടത്തിൽ ഉയരുന്നു. കാരണം 3 ടൂറിസ്റ്റ് ബസ്സുകൾ അതല്ലാതെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പോകേണ്ട സാഹചര്യം ഒട്ടുമില്ല. പ്രത്യേകിച്ച് എംപിമാർ മുഴുവൻ എത്താനുള്ള നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടത് എംപിമാർ, കോൺഗ്രസ് എംപിമാർ, മറ്റ് ഇന്ത്യ സഖ്യ പാർട്ടിയിലെ എംപിമാരൊക്കെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്കകത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എംപിമാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത എന്താണെങ്കിലും എംപിമാർ പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരാൻ തങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും 3 ടൂറിസ്റ്റ് ബസ്സുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വസതിയിൽ, സുനിൽ ബാഗിലെ ഈ വസതിയിൽ ഇപ്പോൾ ആകാംക്ഷയുള്ളത് CPM, ഒപ്പം ഇടഞ്ഞു നിൽക്കുന്ന DMK, അങ്ങനെയുള്ള എല്ലാ പ്രതിപക്ഷ എംപിമാരും എത്തുമോ എന്നാണ് അറിയേണ്ടത്. എംപിമാരുടെ നിരയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എന്താണ്? എല്ലാവരും ഇപ്പോൾ എത്തിച്ചേരുമോ? വിനിത, തീർച്ചയായും പ്രതിപക്ഷത്തെ എല്ലാ എംപിമാരും എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ റഹീം അടക്കമുള്ള CPMന്റെ എംപിമാരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ എന്താണെങ്കിലും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കുള്ള പ്രധാന വഴി എന്ന് പറയുന്നത്. ആ വഴിയിലേക്ക് നിറച്ചും ബാരിക്കേഡുകൾ നിറച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരുപക്ഷെ എംപിമാർ എന്തെങ്കിലും പ്രതിഷേധമായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടുന്ന് പുറത്തേക്ക് പോകരുത്. ഇപ്പോൾ സന്തോഷ് കുമാർ MP നടന്നു വരുന്നുണ്ട്. സന്തോഷ് കുമാർ MPയോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. MP ഒരു അപ്രതീക്ഷിത നീക്കമാണല്ലോ. രാഹുൽ ഗാന്ധി എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് എന്താണ്? 3 ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ട്. ഒരു മീറ്റിംഗ് കൂടിയാണ് ഈ മീറ്റിംഗ്. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഒരു മീറ്റിംഗ് അല്ല, അതുകൊണ്ടല്ല, ഒരു മീറ്റിംഗ് നേരെ തീരുമാനിച്ചു. 3 ബസ്സിന്റെ ആവശ്യം എന്താണ്? ഒന്നുമില്ല, ഒരു മീറ്റിംഗ് ഉണ്ട്. അത് തന്നെ ആ മീറ്റിംഗിന് ഞാൻ കുറച്ച് വൈകി. 3 ബസ് നമ്മുടെ പാർട്ടി ആവശ്യങ്ങൾ നടത്തുന്നതുകൊണ്ട് കുറച്ച് വൈകി. ഞാൻ പോയിട്ടൊന്ന് പറയാം. അതുവഴിയാണ് ഇതറിയും വിളിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് സന്തോഷ് കുമാർ MPക്കും അറിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു. എംപിമാരോട് വരാൻ മാത്രമാണ് പറഞ്ഞത്. അത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാളായിരുന്നു. കേക്ക് മുറിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ടാണെന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വലിയ മാർച്ച് നടത്തി. സന്തോഷ് കുമാർ വെച്ചു അദ്ദേഹത്തിന് വരാൻ മാത്രം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 3 ബസ് എന്താണെന്നാണ്, എന്തിനാണ് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എംപിമാരുമായി ഒരു പക്ഷേ ജന്തർ മന്ദിറിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും. പ്ലാൻ ചെയ്യുകയാണോ പ്രതിപക്ഷം? പ്രക്ഷോഭം അടുത്ത തലത്തിലേക്ക് എത്തുന്നു എന്ന് വേണമോ വിലയിരുത്താൻ? തീർച്ചയായും വിനീത, മറ്റു തലത്തിലേക്ക് പ്രതിഷേധത്തെ കഴിഞ്ഞ ദിവസം നേരത്തെ വിനീത പറഞ്ഞു പ്രതിപക്ഷം, അത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയി വലിയ പ്രതിഷേധമായി മാറിയത്. പക്ഷേ അന്ന് പ്രതിപക്ഷത്തെ പല എംപിമാരെയും ക്ഷണിച്ചില്ല, പ്രത്യേകിച്ച് പല പാർട്ടിയും ക്ഷണിച്ചില്ല എന്നൊരു ആക്ഷേപമൊക്കെ അവർക്കുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ എല്ലാ എംപിമാരെ വിളിക്കുമ്പോൾ ഏകദേശം 200ന്റെ അടുത്ത എംപിമാരുടെ ഒരു പിന്തുണയുണ്ട്. അത് ഏറെക്കുറെ 190ഓളം വരുന്ന ആളുകളുണ്ട്. എല്ലാവരും എത്തുകയാണെങ്കിൽ പോലും, പക്ഷേ എങ്കിൽ പോലും വലിയ റാലിയായത് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയും. തൊട്ടടുത്ത് ഇവിടെ നിന്ന് ഏറെക്കുറെ 500 മീറ്റർ മാറിയാണ് സേവാ തീർത്ഥം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉള്ളത്. അതോടൊപ്പം തന്ത്രപ്രധാനമായ എല്ലാ ഇടങ്ങളും ഈ പരിസരത്താണുള്ളത്. ഒരുപക്ഷെ എംപിമാർ ഇവിടെ നിന്ന് എങ്ങനെ മാറിയാണ്? ഒരുപക്ഷെ പാർലമെന്റ് അടുത്തുണ്ട്, രാഷ്ട്രപതി ഭവൻ അടുത്തുണ്ട്, എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണുള്ളത്. ജന്തർ മന്ദിർ മാത്രമാണ് ഒരു 3 കിലോമീറ്റർ അകലെയുള്ളത്. ഒരുപക്ഷെ എംപിമാരുമായി രാഹുൽ ഗാന്ധിക്ക് ജന്തർ മന്ദിറിലേക്ക് പോകണമെങ്കിൽ പോകാം, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ സേവാതീർത്ഥത്തിൽ പ്രധാനമന്ത്രി ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധമായി പോകാം. എന്താണെങ്കിലും തന്ത്രപ്രധാനമായ ഇടങ്ങളിലാണ് ഇപ്പോൾ എന്താണെങ്കിലും എംപിമാർ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഒന്നും പറയുന്നില്ല. പക്ഷേ അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. നേരത്തെയും രാഹുൽ ഗാന്ധി നേരത്തെ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ ഒരു കാര്യവും ഒരു എംപിമാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല. വളരെ രഹസ്യ സ്വഭാവം അതിൽ സൂക്ഷിച്ചിരുന്നു. അതേ ഒരു രഹസ്യ സ്വഭാവമാണ് എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചത്. നമുക്ക് ഏക കാര്യം എന്ന് പറയുന്നത് 3 ബസ്സുകൾ വന്നാണ് നമ്മളെ എംപിമാരൊക്കെയും അവിടെയുണ്ട്. ഇപ്പോൾ റഹീം MPയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ CPMന്റെ എംപിമാരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സോണിയാഗാന്ധി കൂടി ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരോട് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരിൽ പലരും എത്തിയിട്ടുണ്ട്, കൂടുതൽ പേർ എത്താനുണ്ട്. അവർക്ക് ചായ നൽകിയിട്ടുണ്ട്. അതിനുശേഷം
ശേഷം കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇവർക്കൊന്നും അറിയില്ല എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു സർപ്രൈസ് പ്രതിഷേധം, ആളിക്കത്തിക്കുന്ന ഒരു പ്രതിഷേധത്തിന്, പ്രതിപക്ഷ എംപിമാരെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് കൂടി തയ്യാറെടുക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ, അല്ലേ നോബിൾ മാരിക്കാരൻ? നോബിൾ പറഞ്ഞതുപോലെ തന്നെ അല്ലാതെ ഈ ബസ്സുകൾ എന്തിനാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. തീർച്ചയായും വിനിത, എന്തിനാണ് ബസ്സുകൾ നിർത്തിയിട്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. സാധാരണ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുമ്പോൾ എംപിമാരെ വലിയ റിസോർട്ടുകളിൽ, പ്രത്യേകിച്ച് MLA-മാരെ വലിയ റിസോർട്ടുകളിലേക്കൊക്കെ മാറ്റി നമ്മൾ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. അതോടൊപ്പം തന്നെ നമ്മളത് രാജസ്ഥാനിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP ഇത്തരത്തിൽ MLA-മാരെയൊക്കെ ഇതുപോലെ കുതിരക്കച്ചവടം നടത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പാർട്ടികളെ മാറ്റുമ്പോഴാണ് എംപിമാരെയൊക്കെ ഇതുപോലെ പലപ്പോഴും ബസ്സുകളിൽ കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്ത് വലിയൊരു യുവജന പ്രക്ഷോഭം നടക്കുകയാണ്, വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിന് ഇതിനോടകം തന്നെ പൂർണ്ണ പിന്തുണ എന്ന കാര്യം പ്രതിപക്ഷം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നിരന്തരം അത് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു യുവാക്കളുടെ സംഘം പ്രതിഷേധം നടത്തുന്നു. ഒരുപക്ഷെ ഈ പ്രതിഷേധം അങ്ങോട്ട് നമ്മൾ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ലെന്ന് മാത്രമാണ് പറയുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം അവർ നൽകുന്നില്ല. വേണമെങ്കിൽ എംപിമാരും ഒക്കെയായി രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദിറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി വലിയ സംഭവബഹുലമായ ഒരു സംഘർഷസഭരിതമായ സാഹചര്യത്തിലേക്ക് ദില്ലി വീണ്ടും മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെയും പാർലമെന്റ് സമ്മേളനമുണ്ട്. വെള്ളിയാഴ്ച ദിവസമാണ് നാളെയും സമ്മേളനം ഉള്ള ദിവസമാണ്. സ്വാഭാവികമായി എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും സന്ദീപ് ദീക്ഷിത് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട്. സന്ദീപ് ജി, സബ് MP को बुलाया क्या है? पता नहीं, I don't know. We'll do that and find out. We've just been told, so we are just going there. Let's see what the... സന്ദീപ് ദീക്ഷിത് ആണ്, അദ്ദേഹമാണ് നമ്മൾ സംസാരിച്ച കോൺഗ്രസ് നേതാവാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരുപാട് അത് കോൺഗ്രസിന്റെ ദില്ലിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ഇങ്ങോട്ട് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു വലിയ നീക്കം, ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകരെയും എംപിമാരെയൊക്കെ മുൻനിർത്തി ഒരു വലിയ നീക്കം രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് നടത്തുകയാണ്. ഒരുപക്ഷെ ഒരു മാർച്ചോ അല്ലെങ്കിൽ ആ ഒരു ബസ്സിൽ എവിടെയെങ്കിലും പോയി പ്രതിഷേധിക്കാൻ നീക്കമൊക്കെ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും തീർച്ചയായും ദില്ലി വീണ്ടും വലിയ തരത്തിൽ സംഘർഷഭരിതമാകുന്ന സാഹചര്യത്തിലേക്ക് മാറും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സുരേഷ് ബാഗിൽ ഈ റോഡെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരുടെയൊക്കെ വസതികളുള്ള ഇടമാണ്. പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ, അതായത് പ്രത്യേകിച്ച് കിരൺ റിജിജു, അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉള്ള. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് മനോജ് ഷാ, RJDയുടെ MP ആണ്. അദ്ദേഹം മനോജ് ഷായുടെ വണ്ടിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അതാണെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വസതികളൊക്കെ ഉള്ളത് ഈ റോഡിലാണ്. കിരൺ റിജിജു ഉണ്ട്, തൊട്ടപ്പുറം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും പ്രതിപക്ഷ എംപിമാരെല്ലാം രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ എംപിമാരുണ്ട്, ഇടത് എംപിമാരുണ്ട്. പക്ഷേ ആർക്കും അറിയില്ല. നമ്മൾ സന്തോഷ് കുമാറിന്റെ പ്രതികരണം കണ്ടു, എന്തിനാണ് വിളിച്ചതെന്നറിയില്ല. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം എംപിമാരുമായി സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്, ഒരു നൈറ്റ് മാർച്ചിന് തയ്യാറെടുക്കുകയാണെന്ന് നമുക്ക് അറിയണം.